ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു ഫ്രൈ ആണിത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എരിവുള്ളത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണേ. കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മളെല്ലാം കുറേശ്ശെ എടുത്തേക്കുന്നത്. നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. സ്വല്പം വെള്ളം ഒഴിക്കണേ. നന്നായിട്ട് യോജിപ്പിക്കണം. നാരങ്ങ നീരും എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് വരണം. ഇതിന് ഉപ്പൊന്ന് നോക്കിക്കോണേ. ഇതിനകത്തോട്ട് നമ്മൾ ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. ഇതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അതാണ് നല്ലത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്തെടുക്കാൻ തരും. ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട വെള്ളം ചേർക്കുന്നത്. മുട്ട വെള്ളയല്ല, ഒരു മുട്ട ചേർക്കുന്നത്. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ലെഗ് പീസ് ഇങ്ങനെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അരപ്പെല്ലാം നന്നായിട്ട് ചേർത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വല്പം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഇതൊരു 1/4 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇതിൻ്റെ എല്ലാ മസാലയും എല്ലാം ഇതിനകത്ത് ചിക്കനകത്ത് അന്നേരം പിടിച്ചിരിക്കുവേ. അതിനുശേഷം വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ആ അരപ്പ് ഒന്നും കൂടെ നമ്മളിതൊന്ന് ചിക്കനകത്തോട്ടൊന്നും കൂടെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം എണ്ണയിലോട്ട് ഇടാൻ. ആദ്യം ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഒരുപാട് ചിക്കനകത്തൊന്ന് വെള്ളം ഇറങ്ങി വരും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ആദ്യം ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇതാ ഞാൻ ഇടയ്ക്ക് ഓരോ സൈഡും തിരിച്ച് ഇട്ട് ഒരു സൈഡ് ഒരു 3-4 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കുക്ക് ചെയ്തതാണ്. ഇനിയിപ്പം നമുക്കിത് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്വല്പം കറിവേപ്പില ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് വരുവേ. കാണാനും ഒരു ഭംഗിയാണ്. നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ ഈ ഫ്രൈയുടെ കൂട്ടത്തിൽ ഈ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കാണാനും ഒരു ഭംഗിയാവുമേ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കണം നമ്മൾ. ഇനിയിപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇതൊക്കെ അങ്ങ് എടുക്കാം. എണ്ണയ്ക്കകത്തുനിന്ന് ഓരോന്ന് എടുക്കുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. എണ്ണ കുറച്ച് സൂക്ഷിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിലേ എങ്ങനെ തെറിച്ച് വീണ് കൈയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ഒരുപാട് അങ്ങ് മൂക്കുന്നതിന് മുമ്പ് ഈ കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട്
നമ്മൾ എടുത്തു വെക്കണം. കാരണം ഈ ഒരു കരിഞ്ഞ പോലെ ആകരുത്. കറിവേപ്പില ഇട്ടിട്ട് അന്നേരം അത് കോരിയെടുക്കണം. നല്ല ഈ കളറായിരിക്കും കറിവേപ്പില, എന്നാലേ അതിനകത്ത് കിടക്കുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ KFC ഒക്കെ കഴിക്കത്തില്ലേ, അതുപോലെ സോസുമായിട്ട് കഴിക്കാനും വളരെ നല്ലൊരു ഫ്രൈ ആയത് കേട്ടോ. ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല സാലഡും കൂടെ ഉണ്ടാക്കിക്കോണം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു കോട്ടിങ്ങും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കണം. അപ്പം നല്ല ഭംഗിയായിട്ട് അതിനകത്ത് അത് പറ്റിയിരിക്കും. ഒരു സ്വല്പം എത്രയൊക്കെയായാലും കുറച്ചൊന്ന് മിച്ചം വരും കേട്ടോ, നമ്മൾ എത്ര സൂക്ഷിച്ചെടുത്താലും. അളവല്ലേ. കറിവേപ്പില ഞാൻ അത് മിക്സ് ചെയ്യാൻ നേരം ശകലം കറിവേപ്പില ഇട്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തില്ലേ. അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടുന്നത് നല്ലതാണ്. അതും കൂടെ അങ്ങ് അതിൻ്റെ പുറത്തോട്ട് ഞാൻ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ല സവോളയും ഒരു നല്ല പഴുത്ത ടൊമാറ്റോയും എല്ലാം കൂടെ അരിഞ്ഞ് ഇച്ചിരി ഉപ്പും വിനിഗറും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇതുപോലത്തെ ഫ്രൈ ഐറ്റത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സമയം നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം, എന്നാലേ ആ കോട്ടിങ് കറക്റ്റ് ആ ചിക്കനകത്ത് പിടിക്കത്തുള്ളേ. ഒരു 2 മിനിറ്റ് അങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാൻ. സിമ്മിലേക്ക് വെച്ച് പിന്നെ ഒരു 4 മിനിറ്റ് ഞാൻ ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കും. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെ അല്ലാതെ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ, നമ്മൾ KFC ഒക്കെ കഴിക്കത്തില്ലേ, അതുപോലെ കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.